കീഴുമാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ യോഗ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. 44 നമ്പർ അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ ആരംഭിച്ച യോഗ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു നിർവഹിച്ചു. കീഴുമാട് ഗ്രാമപഞ്ചായത്ത് യോഗ പരിശീലനം എന്നൊരു പ്രോജക്റ്റ് ഏറ്റവും ആദ്യം ഏറ്റെടുത്തപ്പോൾ ഇത്രയും വൻ വിപുലമായ രീതിയിൽ വിവിധ വാർഡുകളിലേക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അത് കാരണമുണ്ട്. ഫസ്റ്റ് നമ്മളിത് പ്രൊജക്റ്റ് വെച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ നാഷണൽ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ നാബ് അക്രഡിറ്റേഷൻ കിട്ടിയതിന് ശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് യോഗ പരിശീലനം എല്ലാ വാർഡുകളിലേക്കും കൊണ്ടുവരാവുന്ന രീതിയിലേക്കാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ അടുക്കളയിൽ ടിന്നുകളിലാണെന്നുണ്ടെങ്കിൽ വലുതായി കഴിയുമ്പോൾ അതെല്ലാം നമ്മുടെ ദേഹത്താണെന്ന് തമാശയ്ക്ക് ആളുകൾ പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും ദിനം പ്രതി വരും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ആഹാരശീലങ്ങളല്ലേ. നമ്മൾ പണ്ട് കാലത്ത് നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതേസമയം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പുറമേ നിന്ന് വാങ്ങിക്കുന്ന പാഴ്സൽ അല്ലെങ്കിൽ ഒരു കോള് മതി, നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ എത്തും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽസി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഇപ്പൊ കൂടുതൽ ആൾ വരികയാണെങ്കിൽ ഇപ്പൊ യോഗ മാഷ് പറഞ്ഞ പോലെ തന്നെ 2 ബാച്ചാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ ആണ് വരാൻ സൗകര്യം ഉള്ളവരെങ്കിൽ അപ്പോഴും നമുക്ക് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ആളുകളുടെ സമയവും സൗകര്യമാണ് നമ്മുടെ സൗകര്യം. കാരണം ഇവിടെ ഈ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് വെയിലൊന്നും അറിയാലാണ് വൈകുന്നേരം ചെയ്യാൻ പറ്റുള്ളൂ. പുലർച്ചെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നമില്ല, തണുപ്പുണ്ടാവും. നമുക്ക് ഗ്ലാസ് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഫാനും ലൈറ്റും അവിടെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്കതും ചെയ്യുന്നതിൻ്റെ തടസ്സമൊന്നുമില്ല. പക്ഷേ ആളുകൾ അത് പ്രയോജനപ്പെടുത്തണം. അതാണ് എനിക്ക് കൂടുതലും ഈ വാർഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രദേശത്തുള്ള ആളുകൾ തീർച്ചയായും അത് ഒരു എന്താ പറയുക, എൻ്റെ ആവശ്യം എന്നുള്ള രീതിയിലേക്ക് അത് എടുക്കുകയും കുറേ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത് പോകാനായിട്ട്. ഞാനടക്കം ഇതുവരെയും ആ യോഗ എന്ന ആ പദ്ധതിയിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. വളരെ തടസ്സങ്ങൾ, നമ്മുടേതായ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെയാണ് കാരണം. പക്ഷെ അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ അരികിലേക്ക്, നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഈ സംഭവം വരുമ്പോൾ നമ്മൾ അതിന് പുറംതിരിഞ്ഞു നിൽക്കാതെ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന നജീബ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി ആർ രജിത്ത, 3-ാം വാർഡ് മെമ്പർ സാജു മത്തായി എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ അധ്യാപകൻ എം കെ ഗിരീഷിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലന ക്ലാസും നടന്നു.